ഇത് എവിടെ പോയി കഴിഞ്ഞാലും ഈ സാധനം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സാഹിത്യത്തിലുള്ള ഒരു വലിയ വിവാദവും വലിയ സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് ദിവസം ഞങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിച്ചു. നമ്മളെ കുറെ ആള് തെറി പറയുന്നതുകൊണ്ട് കുറെ ദിവസം നമ്മൾ അങ്ങോട്ട് തെറി പറഞ്ഞു, പിന്നെ കുറെ ആള് നമ്മൾ ഇങ്ങോട്ട് തെറി പറഞ്ഞു. അപ്പൊ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ ഗുണം എന്തായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന് നല്ലൊരു ഗുണം കിട്ടി. കാരണം എന്താ വെച്ചാൽ എന്റെ ബിരിയാണി ഒരു 10-28ാമത്തെ എഡിഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ ഈ പീച്ചക്കും നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കിട്ടി. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ചതിന്റെ അപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം അതിനകത്ത്, ഒരു പ്രതിരോധ രാഷ്ട്രീയം അതിനകത്ത് കയറി വന്നപ്പോൾ ഞങ്ങൾ അതല്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗാസ താല്പര്യമുണ്ട്, അമേരിക്ക താല്പര്യമുണ്ട്. നമുക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ വിഷയങ്ങൾ പലപ്പോഴും ഇല്ലാതിരിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലോകവീക്ഷണത്തെ കുറച്ചുകൂടെ വിശാലമാക്കും. എഴുത്തുകാരന് പ്രത്യേകിച്ച് ഒരു പരിവേഷമോ കാര്യങ്ങളോ ഒന്നും എഴുത്തുകാരന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് 10 പൈസയുടെ ഒരു പരിവേഷം എനിക്ക് കൽപ്പിച്ചിട്ടില്ല. എഴുത്തുകാർക്ക് എന്നല്ല, ഒരു ആർട്ടിസ്റ്റിന് യാതൊരു സമാധാനവും കൊടുക്കാത്ത ഒരു പരിസരമാണ് കേരളത്തിലുള്ളത്. യാതൊരു സ്വകാര്യത അവർക്ക് കൊടുക്കില്ല. കേരളത്തില് ഒരു എഴുത്തുകാരനാവാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളൊരു 5-6 കൊല്ലം എഴുത്തിൽ പ്രവർത്തിക്കുക, ഒരു 4-5 പുസ്തകങ്ങൾ നന്നായിട്ട് എഴുതുക, നല്ല 3-4, പിന്നെ ഈ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പൊക്കോളും. ഒരു 50 കൊല്ലം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുത്തുകാരനായിട്ട് എഴുതാതെ ജീവിക്കാൻ പറ്റും. ഒരു എഴുത്തുകാരൻ ഒരു നോവൽ എഴുതുമ്പോൾ അയാളോട് കാണിക്കുന്ന ആത്മാർത്ഥത സിനിമ എഴുതുമ്പോൾ എഴുത്തുകാരൻ പ്രൊഡ്യൂസറിനോട് കാണിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കമേഴ്ഷ്യൽ മൂവിയുടെ അകത്തുള്ളത്. മലയാളത്തിലെ ഞാൻ VH നിഷാദ് ഒരിക്കൽ എഴുതിയ എൻ്റെ ഒരു ഓർമ്മയിൽ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയിൽ കണ്ടപ്പോൾ, ബാലഭൂമിയിൽ കണ്ടപ്പോൾ അതും വാങ്ങി വീട്ടിലേക്ക് ഓടുകയും, അതായത് ഈ അക്ഷരങ്ങൾ പറന്നു പോകുമോ എന്ന് പേടിച്ച് പൊത്തിപ്പിടിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സന്ദർഭം പറയുന്നു. ആ സ്ഥലത്ത് നിന്ന് കുറെ കഥകൾ എഴുതി കഴിഞ്ഞു. ഇപ്പൊ ഉഭയജീവിതം ഒക്കെ എഴുതി ആ സമയത്ത് സന്തോഷിച്ചിക്കാനും ബ്രണ്ണൻ കോളേജിൽ വന്ന് അന്ന് ഞങ്ങളുടെ ആർട്സ് കോളേജ് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒറ്റവാതിൽ എന്ന സമാഹാരമൊക്കെ ഇറങ്ങിയ ആ സന്ദർഭത്തിൽ. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഇന്ന് സന്തോഷിച്ചിക്കാനം എന്ന് പറയുന്ന ഒരാളുടെ ചുറ്റിലുമുള്ള ഒരു വലിയ പരിവേഷമുണ്ട്. അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ, ഇപ്പോ അരീഷേട്ടന്റെ ഒരു കഥ വന്നാൽ നമ്മളുടെ ഒരു ലോകം അദ്ദേഹത്തിന് മേൽ പുലർത്തുന്ന, സന്തോഷ് കുമാറിന്റെ ഒക്കെ പേരിൽ പുലർത്തുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഇതുണ്ടാക്കുന്ന ഒരധിക ഭാരമുണ്ട് ഒരു എഴുത്തുകാരൻ. പ്രത്യേകിച്ച് ഇപ്പോ എൻ്റെ കൂടെ ഇരിക്കുന്ന 3 ആളുകളും മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ ആളുകളാണ്. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച MT മരിച്ചപ്പോൾ MT സേതുവിന് കൊടുത്ത ഒരു ഉപദേശം, അന്ന് കഥ ഇങ്ങനെ മാതൃഭൂമിയിൽ അയച്ചു കൊടുക്കും. MT ആണെങ്കിൽ വളരെ അപൂർവം കഥകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെത് മാതൃഭൂമിയിൽ 3-4 കഥകളെ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. അപ്പൊ MT ഒരിക്കൽ കഥയെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയില്ല. അപ്പൊ ഒരിക്കൽ സേതു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ കഥയെക്കുറിച്ച് വായനക്കാർ വിലയിരുത്തുന്നതിന് മുമ്പ് നാം ഒരു കൃതി എഴുതി കഴിഞ്ഞതിന് ശേഷം, ഒരു കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം നാം സ്വയം ഒരു വായനക്കാരനായി പുലർത്തുന്ന ഒന്നുണ്ട്. എഴുതിയതിന് ശേഷം എന്നുള്ള ശീർഷകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പരിവേഷം ഉണ്ടാക്കുന്ന ഒരു അധിക ബാധ്യതയുണ്ട്. ഇപ്പോ ബോദ്ലെയറുടെ ഒരു കവിതയുണ്ട്, ഒരു ദിവസം എഴുത്തുകാരന്റെ പരിവേഷം ഓടയിൽ വീണ് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പരിവേഷത്തിനകത്ത് നിന്ന് എഴുതുന്ന ഒരു എഴുത്തും നേരത്തെ പറഞ്ഞ ഒരു ഉഭയജീവിതത്തിൽ നിന്ന് ഇങ്ങേ അറ്റത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ എഴുതിയ അന്നത്തെ എഴുത്തിന് ശേഷമുള്ള ഒരു മാനസികാനുഭവമല്ല ഈ പരിവേഷത്തിന്റെ ആധികാരികമായ ഒരു പദവിക്ക് മുകളിൽ, അല്ലെങ്കിൽ ഒരു പദവി മൂല്യത്തിനും മുകളിൽ നിന്നുള്ള ഒരു എഴുത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു എഴുത്തുകാരൻ ഈ അധിക പദവി മൂല്യത്തിനകത്ത് നിന്ന് ഒരു ഒഴിഞ്ഞ കടലാസിന് മുന്നിൽ അല്ലെങ്കിൽ പേന എടുക്കുമ്പോൾ തോന്നുന്ന ആ വികാരത്തിലേക്ക് നമുക്ക് പങ്കുവെക്കാൻ തോന്നും. ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു പരിവേഷവും കൂടുതലായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ചുറ്റുപാടുകളിൽ എൻ്റെ വായനക്കാരോ അല്ലെങ്കിൽ എൻ്റെ എഴുത്തിനെ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമൊക്കെ എനിക്ക് പരിവേഷം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള പരിവേഷവും ഞാൻ ഇങ്ങോട്ട് കൽപ്പിച്ചിട്ടില്ല. കാരണം ആ ഒരു പരിവേഷം കൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നേരത്തെ ആ ഉഭയജീവിതം എന്ന് പറഞ്ഞ, അല്ല മറ്റേ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ നോക്കുന്ന ഒരു കഥാപാത്രത്തോട് ഭാര്യ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് പിണ്ണാക്കറിയാം, നിങ്ങൾക്ക് മറ്റേ ഇതറിയാവോ,
നിങ്ങൾക്കൊരു റെയിൽവേ ടിക്കറ്റ്, ഇന്നത്തെ കാലഘട്ടം, അത് കുറച്ച് മുമ്പ് എഴുതിയ ഇതാണ്, മറ്റേ മറ്റേ ഇതൊന്നും വന്ന സമയത്തല്ല. അപ്പോൾ അത് നിങ്ങൾക്കത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഇത് ഫ്യൂസ് മാറ്റിയിടാൻ അറിയാവോ? അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ നമ്മൾക്ക് അറിയാത്ത, ഒരു എഴുത്തുകാരന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ അത് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എഴുത്തുകാരന് പ്രത്യേകിച്ച് ഒരു പരിവേഷമോ കാര്യങ്ങളോ ഒന്നും എഴുത്തുകാരന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പരിവേഷത്തിനകത്തുനിന്നുണ്ടല്ലോ ഞാൻ എഴുതുന്നത് ഞാൻ ഉഭയജീവിതം എഴുതിയ ഒരു കാലഘട്ടത്തിൽ എഴുതിയ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ എഴുതുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിക്കുന്നത് യുവമാരെയൊക്കെ ഞാൻ കാല് പിടിച്ചിട്ട് പിന്നെ കാല് പിടിക്കണം വിചാരിക്കുകയാണ്. ഇതാ അവിടെ ഇരിക്കുന്ന എത്രയോ നോവലല്ലേ എഴുതി കൂട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ് യുവന്മാരെല്ലാം നോവൽ എഴുതി. അപ്പൊ പിന്നെ നമ്മളും ഒരു നോവൽ എഴുതിയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നോവൽ എഴുതാൻ വേണ്ടി തുടങ്ങി. ഒരു നോവൽ എഴുതി ഒരു 4 ലക്കം എഴുതിയിട്ട് ഒഴിവാക്കി. പിന്നെ ഒരു നോവൽ എഴുതാൻ തുടങ്ങി. ഒരു 3 ദിവസം ഞാൻ ഉറങ്ങിയില്ല. അവസാനം എനിക്ക് ബി പി അടിച്ചിട്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ മുറാക്കാമി ഇപ്പൊ മറ്റേ പുസ്തകത്തില്, അത് പിന്നെ നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്ന് പറയുന്ന ഇതില് ഈ റൈറ്റിങ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നേരത്തെ സന്തോഷ് പറഞ്ഞാണ് ശരി. എന്താണെന്ന് വെച്ചാൽ ഒരാള് ഈ എഴുത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന എഴുത്തിന് ശേഷം അയാൾ അടുത്ത നോവൽ എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ള പ്രിപ്പറേഷനിലേക്ക് പോകുന്നു എന്നാണ് പറയാനുള്ളത്. അതായത് എഴുത്തുകാരന് വേറൊരു മറ്റ് ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ വിഷം പോലെ വേറെ ഒരുപാട് ജോലികൾ ഞാനും വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ആ സമയത്തൊക്കെ തന്നെയും നമ്മൾ 24 മണിക്കൂറും റൈറ്റേഴ്സാണ് വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. അതിന്റെ ബാക്കിയുള്ള സമയത്ത് മാത്രമേ നമ്മൾ മറ്റ് ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സന്തോഷിന്റെ ഓഫീസിൽ ഇരുന്നിട്ട് കിട്ടുന്ന സമയത്ത് പോലും ചിലപ്പോൾ ആലോചിക്കുന്നത് ഒരു സൈൻ ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ അടുത്ത പ്രാവശ്യം അപ്പൊ തന്നെ ചിന്തിക്കുന്നത് അടുത്ത ഒരു എൻ്റെ ആ നോവലിൽ മറ്റേ കഥാപാത്രത്തെ എന്താക്കാന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ രാത്രിയുമൊക്കെ തന്നെ നമ്മൾ അത് തന്നെയാണ് 24 മണിക്കൂർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പാമുക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാമുക്കം ഒരു ദിവസം 10 മണിക്കൂർ അദ്ദേഹത്തിന്റെ ടേബിളിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യാറില്ല ചില സമയത്ത്. പക്ഷെ ആ ടേബിളിൽ വന്ന് രാവിലെ വന്നിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. മുറാക്കാമി 5 മണിക്കൂറാണ് ഇരുന്നോണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓടാൻ വേണ്ടി പോകുന്നു. പിന്നെ അയാളെ എക്സർസൈസ് ചെയ്യുന്നു, ഓടുന്നു, നീന്തുന്നു, അല്ലെ ചിലപ്പോൾ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കുന്നു. എന്തിനാ ഇതൊക്കെ? മസിൽസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് 20ാമത്തെ വയസ്സിലോ 30ാമത്തെ വയസ്സിലോ എഴുതാൻ നല്ല മാനസികമായ ആരോഗ്യം ഉണ്ടാവും. നിങ്ങളൊരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് ഒക്കെ ലൂസ് ആവും. അപ്പൊ മസിൽസ് ഒക്കെ ടൈറ്റ് ആക്കണം. മസിൽസ് ഒക്കെ ടൈറ്റ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ മാത്രമേ നിങ്ങൾക്കൊരു മാനസിക ഊർജ്ജം കിട്ടുകയുള്ളൂ. അപ്പൊ ഇത് ചെറിയൊരു പരിപാടിയല്ല. നമ്മൾ പുറത്ത് ഒരാള് ഒരു പറമ്പ് ഒരു പിക്കാസ് എടുത്തിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായ അധ്വാനം എന്ന് പറയും. പക്ഷെ അതിനേക്കാളൊക്കെ 10 ഇരട്ടി അധ്വാനമുള്ള ഒരു പരിപാടിയാണ് എന്ത്, ഒരു നോവൽ എഴുതുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കഥ എഴുതുമ്പോൾ തന്നെ അത്രമാത്രം പീഡാകാരമായ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മാനസികമായിട്ട് എല്ലാ രീതിയിലും. അപ്പൊ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഈ പരിവേഷത്തിന്റെ അകത്ത് നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന പോലെ കോവിഡ് വന്നപ്പോ എത്ര മാസം കോവിഡ് വന്നു, 3 കൊല്ലം കൊണ്ട് 36 കഥയൊക്കെ എഴുതാൻ വേണ്ടി പറ്റുന്നതും, പിന്നെ ഓരോ ദിവസവും ഓരോ കഥ എഴുതാൻ വേണ്ടി പറ്റുന്നതും, പിന്നെ ഒരു ദിവസം കൊണ്ട് ഒരു കഥ എഴുതാൻ വേണ്ടി പറ്റുന്നതൊക്കെ അത്തരത്തിലുള്ള ആളുകളായിരിക്കും. അത്തരത്തിലുള്ള വലിയ പ്രതിഭാശാലികളായ ആളുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അത്രയൊന്നും പ്രതിഭ എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോഴും ആദ്യത്തെ ഒരു പിടി ഗോതമ്പ് എന്ന് പറഞ്ഞ എന്റെ 18ാമത്തെ വയസ്സിൽ എഴുതിയ ആ കഥ എഴുതുമ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക സംഘർഷങ്ങളും എല്ലാം തന്നെ ഞാൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മുകളിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് 10 പൈസയുടെ ഒരു പരിവേഷം എനിക്ക് കൽപ്പിച്ചിട്ടില്ല. വേറെ ആൾക്കാർ എനിക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ കുറ്റക്കാരനല്ല. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇപ്പോഴും എനിക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കത് എഴുതാൻ വേണ്ടി സാധിക്കില്ല. എൻ്റെ എഴുത്തിന് ശേഷമുള്ള അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകളും ആകുലതകളുമാണ് എഴുത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ എൻ്റെ ഉത്തരം. പലതരം ഉത്കണ്ഠകൾ ഒരു മനുഷ്യൻ കൊണ്ട് നടക്കുന്നുണ്ട് എഴുത്തുകാരൻ. അതിനെക്കുറിച്ച് സംസാരിക്കും. എഴുത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, ഒട്ടും ഇല്ലാത്ത ആളാണ് ഞാൻ. പലപ്പോഴും എഴുതിക്കഴിഞ്ഞ് പലപ്പോഴും വായിച്ചു നോക്കുമ്പോൾ വളരെ ലജ്ജ തോന്നുന്ന ആളാണ് എൻ്റെ എഴുത്തിനെ കുറിച്ച്. പലപ്പോഴും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു കുഴപ്പമായിട്ട് തന്നെ ഞാൻ വിചാരിക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ എഴുതുന്നത് പലതും ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്, ചിലത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരാറുണ്ട്. അങ്ങനെ കഥകൾ നിർത്തിയിട്ടുണ്ട്. ഈ നോവല് അത് പറഞ്ഞുകൊണ്ട് അത് വേറെ സാഹചര്യത്തിലാണ് നിർത്തിയത്, എങ്കിലും നിർത്തിയിട്ടുണ്ട്. അതുപോലെ മീശയ്ക്ക് മുമ്പ് ഞാനൊരു
10-12 അധ്യായങ്ങളുള്ള ഒരു നോവൽ ഏറെക്കുറെ മുഴുവനായിട്ട് എഴുതി. അന്ന് എനിക്ക് പരിചയമുണ്ടായിരുന്ന എഴുത്തുകാർ സന്തോഷ് കുമാറുണ്ട്, ഉണ്ണിയുണ്ട്, പിന്നെ നമ്മുടെ അനൂപ്, KV അനൂപ്, മാതൃമുള്ള KV അനൂപ്, ഇവർക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ കഥകളൊക്കെ വന്ന് അത്യാവശ്യം സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവരിത് വായിച്ചിട്ട് ഇവർ പറഞ്ഞു, ഇവരത്ര നല്ല അഭിപ്രായമല്ല എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു. കാരണം എനിക്കും വായിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പം തോന്നിയതാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ നമുക്കിപ്പോൾ എത്ര അവാർഡ് കിട്ടി, എത്ര നോവൽ ഇറങ്ങി, എത്ര കഥ എഴുതി, നമ്മുടെ കൂടെ ആരൊക്കെ സെൽഫി എടുക്കുന്നു, ഇതിലൊന്നും ഒരു കാര്യമില്ല. അന്നേരം നമ്മുടെ മുന്നിൽ നമ്മൾ ആദ്യ കഥ എഴുതാനിരുന്ന അതേ അവസ്ഥയിലാണ് നമ്മൾ പിന്നെ ഇരിക്കുന്നത്, അന്നേരം ഇരിക്കുന്നത്. അതേ കൈവറയ്ക്കുന്ന അവസ്ഥ അന്നേരം നമുക്കുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ അപ്പം ഒരു 15 വയസ്സിലാണ് ആദ്യം കഥ എഴുതുന്നതെങ്കിൽ ആ 15 വയസ്സുകാരൻ കുട്ടി തന്നെയാണ്. സന്തോഷിക്കാനും ഉപജീവിതത്തിന് സന്തോഷിക്കാനും തന്നെയാണ് കഥ എഴുതുന്നത്. കാരണം അയാൾക്ക് കിട്ടിയ അവാർഡൊന്നും അയാളെ സഹായിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ എഴുതിക്കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും ഉപേക്ഷിക്കേണ്ടി വരും. എഡിറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയയുണ്ട്. പലപ്പോഴും ചില സമയത്ത് ഞാനത് ചെയ്യാറില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് എഡിറ്റിങ്ങിന്റെ പ്രാധാന്യമൊക്കെ പലപ്പോഴും മനസ്സിലായത്. നമ്മളതിൽ നല്ലപോലെ ഇരിക്കണം, നല്ലപോലെ അധ്വാനിക്കണം. പിന്നെ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പിന്നെ അതിനുശേഷമുള്ള ജീവിതത്തിൽ ഉറപ്പായിട്ടും നമ്മളെ കഥകൾ പിന്തുടരുന്നുണ്ട്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ സംഭവങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ എല്ലാം തീർച്ചയായിട്ടും കയറി വരുന്നുണ്ട്. അത് നമ്മുടെ പിന്നീടുള്ള എഴുത്തിന് സഹായകരമാവുക തന്നെ ചെയ്യും. ഈ രസകരമായ കാര്യം, ഇവിടെ നമ്മുടെ ജോർജ് ജോസഫ് ചേട്ടൻ ഇരിപ്പുണ്ട്. ജോർജ് ജോസഫ് ചേട്ടൻ പണ്ട് ഞാൻ എറണാകുളത്ത് ഒരു പത്രത്തിൽ ജോലി ചെയ്ത സമയത്ത്, കേരള ടൈംസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ജോസഫ് ചേട്ടൻ ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ജോസഫ് ചേട്ടൻ എഴുത്ത് അന്ന് ഒരു കഥാസമാഹാരം ജോസഫ് ചേട്ടൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജോസഫ് ചേട്ടൻ അവിടെ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ്. ഒരു കടയിൽ, എനിക്ക് തോന്നുന്ന ബാർജിയോടെ MG റോഡ് ഏതാണെന്ന് തോന്നുന്നു, കടയിൽ ജോലി ചെയ്യുന്നു. അപ്പം എന്നോട് എഡിറ്റർ പറയുന്നു ഒരാളെ ഇന്റർവ്യൂ ചെയ്യണം, അവരുടെ സൺഡേ മാഗസിന് വേണ്ടി. അപ്പം ഞാൻ കഥയൊന്നും എഴുതിയിട്ടില്ലാത്ത സമയം ഞാൻ ജോർജ് ജോസഫിനെ ഇന്റർവ്യൂ ചെയ്യാനാണ് പോകുന്നത്. അവിടെ ചിലപ്പോൾ അദ്ദേഹം കടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് എഴുത്തുകാരെന്നുള്ള യാതൊരു പരിവേഷവും കടയിൽ കിട്ടില്ല. ഞാൻ ഇന്റർവ്യൂ ചെല്ലാൻ ചെയ്യുന്നു. ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിങ്ങനെ സംസാരിക്കുന്നു, ഞാനും ജോസഫ് ചേട്ടൻ സംസാരിക്കുന്നു. അപ്പൊ കടയുടെ ഓണർക്ക് അതൊരു ഇഷ്ടക്കുറവ് തോന്നുന്നു. അയാൾ ഞങ്ങളോട് പറയുന്നത് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ പുറത്തിറങ്ങി പോയി സംസാരിക്കും, എന്തുകൊണ്ട് ചെയ്തോളാം പറയുന്നത്. ഞങ്ങൾ ഇറങ്ങി പോകുന്നു. പിന്നെയാണ് ഞങ്ങളുടെ സംഭാഷണം നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ പുറത്തിറങ്ങിയൊന്നും സംസാരിച്ച് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അത്രയേ ഒരു എഴുത്തുകാരന് പൊതുസമൂഹം വില കൽപ്പിക്കത്തുള്ളൂ സാധാരണ. അത് മതിയെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു മുമ്പേ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പരിവേഷങ്ങളുടെ ആവശ്യമില്ല. പരിവേഷം നമുക്ക് ദോഷം ചെയ്യത്തുള്ളൂ. അതിനെ ഊരി വെച്ചിട്ട് വേണം നമ്മളടുത്ത കഥയിലോട്ട് കയറാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ സന്തോഷേട്ടൻ പറഞ്ഞത്, അതായത് ചിലപ്പോൾ ഒരു നിമിഷത്തെ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ സംഭാഷണമായിരിക്കാം. ഞാനിത് പണ്ടൊരു മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കൂടെ ഒരു ഇന്റർവ്യൂ ഇതുപോലെ തന്നെ ഇരിക്കുമ്പോൾ അയാളോട് ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഒരു പാട്ട് സൃഷ്ടിക്കുന്നത്, എവിടുന്നാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചുറ്റിലുമുണ്ട്, നമ്മൾ അത് ചില പ്രത്യേക നിമിഷം കണക്ട് ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഇവിടെ ഇന്ന് ഈ സെഷനിലുണ്ട് M ജയചന്ദ്രൻ. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്, അത് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ഇവരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയ ആളാണ് ഈ സന്തോഷ് കുമാർ. ഞാനത് ആലോചിച്ചപ്പോ ഞാൻ ഈ അടുത്ത് ജയമോഹൻ എന്ന് പറയുന്ന അദ്ദേഹത്തുമായിട്ടുള്ള ഇന്റർവ്യൂ വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ലാപ്പിൽ അരുൾമൊഴി എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ടൈപ്പ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ വരികയാണ്, പിന്നെ ഞാൻ നോവലുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത്രയും പുസ്തകങ്ങൾ എഴുതി രാവിലെ എല്ലാ ദിവസവും ഒരു മെഷീൻ പോലെ അങ്ങ് എഴുതി തുടങ്ങുകയാണ്. അപ്പൊ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു ഇതുപോലെ ഒരുപക്ഷെ വളരെ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അതേസമയം ഇതൊരു പ്രോസസ്സ് പോലെ, ഒരു മെഷീൻ പ്രോസസ്സ് പോലെ ചെയ്യുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്നും കൂടി? ഞാൻ ജോബിഷ് പറഞ്ഞ കാര്യങ്ങൾ മൂന്നായിട്ട് തിരിക്കാം അതില്. ഒന്ന് പരിവേഷം, ഈ പരിവേഷമുണ്ട്. പിന്നെ രണ്ടാമത് തഴമ്പ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് തഴമ്പ്. മൂന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ റുട്ടീനായിട്ടുള്ള എഴുത്ത്. ആദ്യത്തെ ഈ തഴമ്പ് കൊണ്ട് സാഹിത്യരചന നടക്കില്ല എന്നുള്ളൊരു അഭിപ്രായം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് വളരെ പരിചയവും എക്സ്പീരിയൻസും ഒരുപാട് കാലം കഥ എഴുതിയോണ്ട്, അത് പരീക്ഷ ചെറുതായിട്ട് സൂചിപ്പിച്ചു, പഴയ പോലെ
പഴയ ഒരുപാട് കഥ എഴുതിയോണ്ട് മാത്രമല്ല. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് ഒരു ആനപ്പുറത്തൊക്കെ ഇരുന്ന് കുറെ തഴമ്പ് കിട്ടിയോണ്ട് നല്ലൊരു രചന ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ അയാൾക്ക് എഴുതാനുള്ള ഒരു അനായാസത പിൽക്കാലത്ത് വന്നേക്കും, അത്രേ ഉള്ളൂ. പിന്നെ പരിവേഷമല്ലാതെ ഞാൻ നിഷേധിക്കുന്നില്ല. എൻ്റെ ഒരു തോന്നല്, നമ്മള് തുടക്കത്തിൽ എന്താ നമ്മുടെ ആദ്യത്തെ ആഗ്രഹം, കഥ എഴുതുന്നു, ഒന്ന് പ്രസിദ്ധീകരിച്ച് കിട്ടുക എന്നുള്ളതാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമായി. വേറെ എവിടെ അന്ന് പണ്ട് കലാകുതിയിലൊക്കെ പ്രസിദ്ധീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിൽ പ്രസിദ്ധീകരിക്കൽ അത്ര വലിയ ബുദ്ധിമുട്ടല്ല. നമ്മൾ കാത്തിരിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നിലവാരം, അത് ഒരു ജോലിയിൽ പ്രൊമോഷൻ പോലെ കുറേശ്ശെ ഇങ്ങനെ കയറി പോകും. ഇപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു കഥ എഴുതുമ്പോൾ അത് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് സൂക്ഷ്മതയോടെ വായിക്കുന്ന കുറച്ച് പേരെങ്കിലും വായനക്കാരുണ്ട് എന്നുള്ളൊരു തോന്നല് അതെനിക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എന്റെ തോന്നൽ. അതുകൊണ്ട് അവരിൽ നിന്നൊരു മോശം കമന്റ് കേൾക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ട്. ഇതിനെ പരിവേഷം എന്ന് വേണമെങ്കിൽ വിളിക്കാം. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ കുറെ കാലമായിട്ടൊക്കെ നമ്മൾ കഥ എഴുതുമ്പോഴും കൊടുക്കാതൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കഥ എഴുതിയാൽ പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കും. പക്ഷെ നമ്മളത് മാറ്റി വെക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എന്തോ നമ്മുടെ ഒരു തൃപ്തിക്ക് എവിടെയോ വിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ വർഷങ്ങളിലേക്ക് ഇടവേള വരുന്നതിന്റെ ഒരു കാരണം ഈ അദൃശ്യമായിട്ടുള്ളെങ്കിലും ഉള്ള പരിവേഷം ആണ് എന്നുള്ളത്. ഈ പരിവേഷം ഒരു നിലയ്ക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നിരന്തരം എഴുതി. ഇപ്പൊ നമ്മൾ ഓണപ്പതിപ്പിന് കഥ ചോദിച്ചാൽ പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു നുണയൊക്കെ പറഞ്ഞ് കൊടുക്കും. കാരണം ഓണപ്പതിപ്പിൽ കഥ വന്നിട്ട് പ്രത്യേകിച്ച് ഇപ്പം ആരും ഒന്നും വായിക്കില്ല, പഴയ കാലമല്ല. അപ്പൊ പരമാവധി ഓണപ്പതിപ്പിന്റെ ഇതൊക്കെ പ്രിന്റിന് പോയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാവും ചിലപ്പോൾ നമ്മളൊരു കഥ കൊടുക്കുക. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ആ പരിവേഷത്തിന് അതിനൊരു ആഗ്രഹം തീർച്ചയായിട്ടും ആരെങ്കിലൊക്കെ 4 പേര് കാണണം. അത് വെറുതെ ആൾക്കൂട്ടം വായിക്കണമെന്നല്ല, ശ്രദ്ധയോടെ കഥ വായിക്കുന്ന ആളുകളുടെ മുന്നിൽ അത് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇപ്പൊ ജോബിഷ് ചോദിച്ചിട്ടുള്ള പതിവ് രീതിയിലുള്ള എഴുത്ത്, അത് വലിയ നോവലിസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും ഈ പതിവിനെ പറ്റി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പഴയ മറ്റേ ഹെമിംഗ്വേ പറയാറുണ്ട്, വാതിലടച്ചിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നോവലിൽ തുടങ്ങാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പാമുക്ക് പറയുന്നുണ്ട്. അത് നോവലിനെ പറ്റി പറയുന്നത് ഒരു സൂചി കൊണ്ട് കിണർ കുഴിക്കുക എന്നുള്ളതാണ്. ഡിഗിങ് എ വെൽ യൂസിങ് എ നീഡിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അടച്ചിരിക്കുക, അത് എത്ര കഷ്ടപ്പെട്ടാലും അടച്ചിരിക്കുക. മുരകാമി നിരന്തരം എഴുതുന്നുണ്ട്. അപ്പൊ നിരന്തരം എഴുതുമ്പോൾ ഒരാൾ ചോദിച്ചു, നിരന്തരം എഴുതുകയും നിരന്തരമായിട്ട് എങ്ങനെ ചെയ്യുന്ന ഒരു ആർട്ട് പരിപാടിയല്ലല്ലോ, അത് ആർട്ടിനോട് ബന്ധപ്പെട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കണം എന്ന് അങ്ങേരി പറഞ്ഞു. എന്നെ നിങ്ങൾ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുക വേണ്ട, ഐ എം എ നോവലിസ്റ്റ്, ഐ എം നോട്ട് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതൊരു നിരന്തര പ്രക്രിയ തീർച്ചയായിട്ടും നോവൽ ആവശ്യപ്പെടുന്നുണ്ട്. സന്തോഷ് നോവൽ എഴുതുമ്പോൾ ഇത്ര പ്രഷർ അടിക്കേണ്ട കാര്യം പതുക്കെ എഴുതിയാൽ മതി. സന്തോഷം എഴുത്ത് തെളിയിച്ച ഒരാളാണ്. അത് പ്രത്യേകിച്ച് ശൈലിയുടെ മറ്റേ വായിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എഴുത്തുകാരനല്ല. നമ്മൾ എടുത്താൽ സന്തോഷം വായിക്കും. അങ്ങനെയുള്ള ആൾക്ക് അതിനെ ഒരു ബാധ്യതയായിട്ട് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. വലിയൊരു ബാധ്യത തന്നെ വന്നോളും അങ്ങനെയുള്ള കാര്യങ്ങൾ. നിരന്തരം നമ്മൾ എഴുതുന്നതിൽ തെറ്റില്ല. ഈ ചോദ്യത്തിൽ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഇതല്ലേ, എഴുത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, അതില് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം എന്നെനിക്ക് തോന്നുന്നു. ഒരു മറ്റ് ആർട്ടുകളുടെ പോലെ അല്ല എഴുത്ത്. ഇപ്പൊ നമ്മളൊരു ചിത്രം വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു മ്യൂസിക്, അതൊക്കെ വേറെ രീതിയിൽ വലിയ അർപ്പണമുള്ള, അതിൽ തന്നെ ഒടുങ്ങുന്ന കുറെ കാര്യങ്ങളല്ല. എഴുത്ത് അങ്ങനെ, എഴുത്ത് എന്തിനേയും സ്വീകരിക്കും, ഒരുപാട് കാര്യങ്ങളെ സ്വീകരിക്കാൻ കെൽപ്പുള്ള അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകം വളരെ വിസ്തൃതമാക്കി നിലനിർത്തേണ്ടത് ഒരു എഴുത്തുകാരന്റെ ചുമതലയാണ്. അയാൾക്ക് കഴിയാവുന്ന അത്ര മേഖലകളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടണം. ഒരുപാട് കാര്യങ്ങളിലേക്ക് മനസ്സ് തുറന്നു വയ്ക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോ ഏറ്റവും മോശമുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ ആരോ എന്നോട് ഒരാൾ പറയുന്നുണ്ട്, വളരെ ക്രൈം പോലത്തെ മാസികളാണ് നിങ്ങൾ അധികം വായിക്കേണ്ടതെന്ന് പറയും. നമുക്ക് സത്യത്തിൽ ചിരി വരും, ചിലപ്പോൾ ബോച്ചേനെയാണ് കേൾക്കേണ്ടി വരിക. പുറത്ത് കേൾക്കുമ്പോൾ വളരെ അശ്ലീലമായിട്ട് തോന്നുന്നു, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അവരുടെ മാനസിക ഘടന പഠിക്കാനുള്ളൊരു സാഹചര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എഴുത്തിന് ശേഷം തീർച്ചയായിട്ടും വായനയിലേക്കാണ് നമ്മൾ അധികം പോകുന്നത്. മിക്കവാറും ഈ പറഞ്ഞപ്പോ ഇദ്ദേഹം എസ് ആനന്ദ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്ര വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നോവലുകൾ നമുക്ക് പറ്റാവുന്ന അത്ര, എല്ലാ നോവലും വായിക്കാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ കഥകളും വായിക്കാൻ പറ്റില്ല. പക്ഷെ നിരന്തരം നമ്മൾ അതിന്റെ ഒരു ലോകത്തിൽ നിൽക്കേണ്ടി വരും. കാരണം നമുക്ക് ഇത് പ്രധാനമാണെന്ന് തോന്നണം. കാരണം 3.5 കോടി ജനമുള്ള ഒരു മലയാളത്തിലെ ഏറി വന്നൊരു 35,000 പേർക്ക് സാഹിത്യ താല്പര്യം, അല്ലെങ്കിൽ 3 ലക്ഷം ആളുണ്ടാവും എനിക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് ഈ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ ഒരു പദ്ധതി, എഴുത്തെന്ന് പറഞ്ഞാൽ വായന എന്നുള്ള പദ്ധതി പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് തോന്നണം. ആ തോന്നിക്കാനുള്ള ചില പരിപാടികൾ നമ്മൾ ചുറ്റുപാടും വായനയും പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുക. പ്രത്യേകിച്ച് വലിയൊരു മീഡിയംസ് ഇപ്പൊ സമീപകാലത്ത്
ഒരു കുറെ വർഷങ്ങളായിട്ട് നമുക്ക് വിഷ്വൽ മീഡിയയിലുള്ള വലിയ സാധ്യതകളുണ്ട്. നോവലുകൾ, സിനിമകൾ വരുന്നു, സീരീസുകൾ വരുന്നു. അതൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്നതൊക്കെ ഇതിന് വളരെയധികം സഹായം ചെയ്യുന്നുള്ളൊരു തോന്നലുണ്ട്. അതൊക്കെ അറിഞ്ഞറിയാതെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങൾ പിൽക്കാലത്ത് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഇത് ചെറിയൊരു ഇതിലല്ല, വേണ്ടതാണ്. എഴുത്തുകാരന്റെ സിനിമ, എഴുത്തുകാരന്റെ സംഗീത, മുരകാമി സംഗീതത്തെ പറ്റിയിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വെസ്റ്റേൺ മ്യൂസിക്കിൽ വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള പല താല്പര്യങ്ങള്, ചിത്രകലയെ പറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ചെയ്യാമെന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഈ പല താല്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിലേക്കും കൂടി സംസാരം വ്യാപിപ്പിക്കണമെന്ന് തോന്നുന്നു. ഇപ്പൊ സന്തോഷ് ഏട്ടനെ പോലത്തെ ഇപ്പോ കഥ എഴുതി പ്രൂവ് ചെയ്ത ഒരാളാണ്. ഇപ്പോ കേരളത്തിൽ എൻ്റെ ഒരു വായനക്കാരൻ എന്ന തോന്നല്ലേ, എല്ലാവരും നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ DC-യുടെ പുതിയ ഇരിച്ചാൽ കാപ്പ ഷംസുദ്ദീന്റെ നോവലിന്റെ ആ പുരസ്കാരം പ്രഖ്യാപിച്ചത് 300 നോവലുകൾക്കകത്ത് നിന്നാണ് ആ നോവലിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോ എല്ലാ ചെറുകഥാകൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നോവൽ എന്ന ഒരു ആഖ്യാനത്തിലൂടെ മാത്രം കടന്നുപോയാൽ മാത്രമേ ഒരു എഴുത്തുകാരൻ എന്ന ഐഡന്റിറ്റിക്കുള്ള ഒരു അങ്ങനെ ഒരു സംഘർഷം ഒരുപക്ഷെ ഒരു ചെറുകഥാകൃത്തുക്കൾക്ക് ഈ കാലത്ത് ഉണ്ടാകുമോ എന്നുള്ള ഒരു പേഴ്സണൽ കാര്യം കൂടി പറഞ്ഞ് അതൊപ്പം തന്നെ ഞാൻ താല്പര്യത്തിലേക്ക് വരികയാണ്. സന്തോഷേട്ടൻ്റെ അതായത് ഈ എഴുത്തല്ലാത്ത മറ്റു ചില ഇപ്പോ പറഞ്ഞതുപോലെ ആ താല്പര്യം കൂടി ചേർത്ത് വെച്ച് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. ആദ്യം ചെറുകഥയിൽ നിന്ന് നോവൽ എന്ന ആഖ്യാനത്തിലേക്കുള്ള അല്ല, ഇത് ഈ ചെറുകഥ അല്ല, ഇതിപ്പോ ഈ എല്ലാവരും നോവൽ എഴുതുന്നതുകൊണ്ടുള്ള ഒരു പ്രഷർ കൊണ്ടൊന്നല്ല നോവൽ എഴുതാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നോവൽ എഴുതുന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. കുറെ, അതായത് ചെറുകഥയിൽ ഉൾക്കൊള്ളുത്താൻ പറ്റാത്ത കുറെ വിഷയങ്ങൾ മനസ്സിൽ കിടന്ന് കളിക്കുമ്പോൾ അത് ചെറുകഥക്ക് അപ്പുറത്ത് പോകുന്ന സംഭവങ്ങളാണ്. അത് ചെറുകഥയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പലപ്പോഴും എന്റെ കഥകൾ വായിച്ചിട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഇതൊരു നോവലാക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആ രീതിയിൽ അങ്ങനെയുള്ള വിഷയങ്ങളെ നോവലാക്കി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ നോവൽ എഴുതിയതുകൊണ്ട് മാത്രമേ ഇവിടെ റൈറ്റർ ആവൂ എന്നുള്ള ഒരു സംഭവമൊന്നുമില്ല. റെയ്മണ്ട് കാർവറിനെ പോലുള്ള ആളുകളെല്ലാം ഇത്രയും കുറച്ച് കഥകൾ എഴുതിയിട്ട് ഒരു നോവലിനെക്കാളും വലിയ കഥകളാണ് അദ്ദേഹത്തിന്റെ ഓരോ കഥകൾ എന്നുള്ളത് നമ്മളത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോ പിന്നെ NS മാധവനാണെങ്കിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇവിടുത്തെ വന്ന എണ്ണം പറഞ്ഞ നോവലിനെക്കാളും വലിയ കഥകൾ എഴുതിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് നമ്മൾക്ക് പറ്റുന്ന ഏത് മാധ്യമമാണ് നമുക്ക് വഴങ്ങുന്നത് അത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നോവൽ എഴുതിയിട്ടില്ലെങ്കിൽ ഒരു വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ എഴുതുമ്പോൾ നമ്മൾ ആ മാധ്യമത്തോട് പുലർത്തുന്ന ആത്മാർത്ഥം കൊണ്ടാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ഇത് ടെൻഷൻ വരുന്നത്. ഇപ്പൊ സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ എഴുതുന്നത് ഓക്കെ നമ്മളെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമ്മളൊരു എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനും ഒക്കെ വേണ്ടിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് പുലർത്തുന്നുണ്ട്, ആ മാധ്യമത്തോട് അതിഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ ഒരുപാട് തവണ തിരുത്തിയിട്ടും ഒക്കെ തന്നെയാണ് അന്ന് നമ്മളെക്കാളും മുൻനിരയിലുള്ള എഴുത്തുകാരുമായിട്ട് നമ്മുടെ എഴുത്തുകളെ തട്ടിച്ചു നോക്കുകയും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ എഴുതാൻ എന്ന് പറയുന്ന കുറെ ആലോചനകളൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടേതായിട്ടുള്ള ഒരു ക്രാഫ്റ്റും അത് നമ്മുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സും ഒക്കെ അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരും. പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ബിരിയാണിയൊക്കെ എഴുതപ്പെട്ട സമയത്ത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട വലിയ ഡിസ്കഷൻ നടക്കുന്നു എഴുത്തുകാരന്റെ അബോധത്തെ സംബന്ധിച്ച്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആ മാതൃഭൂമിയിൽ തന്നെ എന്താ പറയാ കത്തിന്റെ ഭാഗത്തൊക്കെ നീണ്ട ലേഖനങ്ങളായിട്ട് തന്നെ കത്തുകളൊക്കെ വരുന്നു. ആ സന്ദർഭത്തിലൊക്കെ എഴുതിയ ശേഷം എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ആലോചന എന്തായിരുന്നു ആ സമയത്ത്? എങ്ങനെ ബിരിയാണി എന്ന കഥയൊക്കെ വന്നപ്പോ ഒരു ഇസ്ലാമോഫോ അത്തരം വിഷയം അത് ഇതിപ്പോ പറഞ്ഞ പോലെ ഇത് പറഞ്ഞ് മടുത്തു. ബിരിയാണി തന്നെ ഇപ്പൊ അവസാനം ബിരിയാണി കഴിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി. ഇത് എവിടെ പോയി കഴിഞ്ഞാലും ഈ സാധനം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സാഹിത്യത്തിലുള്ള ഒരു വലിയ വിവാദവും വലിയ സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് ദിവസം ഞങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിച്ചു. നമ്മളെ കുറെ ആള് തെറി പറയുന്നതുകൊണ്ട് കുറെ ദിവസം നമ്മൾ അങ്ങോട്ട് തെറി പറഞ്ഞു, പിന്നെ കുറെ ആള് നമ്മൾ ഇങ്ങോട്ട് തെറി പറഞ്ഞു. അപ്പൊ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ ഗുണം എന്തായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന് നല്ലൊരു ഗുണം കിട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ബിരിയാണി ഒരു 10-28ാമത്തെ എഡിഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ ഈ പീച്ചക്കും നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കിട്ടി. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ചതിന്റെ അപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം അതിനകത്ത്, ഒരു പ്രതിലോമ രാഷ്ട്രീയം അതിനകത്ത് കയറി വന്നപ്പോൾ ഞങ്ങൾ അതല്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ
എന്ന് പറഞ്ഞത് ഓക്കെ, എഴുതിയതിന് ശേഷം എന്നുള്ള ആലോചനയിൽ ആ കാര്യം കൂടി ചേർത്ത് വെച്ചെന്നേ ഉള്ളൂ. ഹരീഷ് ഏട്ടനിലേക്ക് വന്നാൽ ഇപ്പോ മലയാളത്തിലെ വലിയ വായനക്കാരിൽ ഒരാൾ കൂടിയാണ് ഹരീഷ് ഏട്ടൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില പുസ്തകങ്ങൾ വിവർത്തനവും ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി സംസാരിക്കുമ്പോൾ തന്നെ ചില പുസ്തകങ്ങൾ നമ്മൾ വായനയെക്കുറിച്ച് പറയുമ്പോൾ അത് മൂപ്പര് അത് വായിച്ചിട്ടുണ്ടാവും, അതിന്റെ വെബ് സീരീസിനെ കുറിച്ച് പറയും, അത് ഇന്ന് നെറ്റ്ഫ്ലിക്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ലോകങ്ങളെ കൂടി പരിചയപ്പെടുത്തുമ്പോഴാണ് അതിന്റെ ഒരു വിശാലമായ, അപ്പൊ ആ ഒരു വായനയുടെ ഒരു ലോകത്തെ കൂടി, അല്ലെങ്കിൽ അടുത്ത ഒരു കൃതി വരുന്നതിന് മുമ്പുള്ള ഇത്തരം പരിചയങ്ങൾ, ഇത്തരം വിനിമയങ്ങൾ ഒരു എഴുത്തിനുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ആശങ്കയോ അല്ലെങ്കിൽ അടുത്ത എഴുത്തിനുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാകും. ആ ഒരു കാര്യം പങ്കുവെക്കാൻ തോന്നുന്നു. മുമ്പ് സന്തോഷ് കുമാർ പറഞ്ഞത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തുകാരൻ തീർച്ചയായിട്ടും മറ്റു വിഷയങ്ങളുള്ള താല്പര്യം വളരെ അധികം വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഞാനറിയുന്ന മലയാളത്തിലെ നല്ല എഴുത്തുകാർ മിക്കവാറും നല്ല ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല താല്പര്യമുള്ളവരായിരിക്കും, സ്പോർട്സിൽ നല്ല താല്പര്യമുള്ളവരായിരിക്കും, അങ്ങനെ പല വിഷയങ്ങളിൽ സംഗീതത്തിനോട് അത്യാവശ്യം താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെ ഈ താല്പര്യം വളർത്തിയെടുക്കേണ്ടത് വളരെ 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 പ്രധാനമാണെന്ന് തോന്നുന്നു. പലപ്പോഴും ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് പെയിന്റർമാർക്ക്, ചിത്രകാരന്മാർക്കാണ്. ഞാൻ കണ്ടിട്ടുള്ള നല്ല ചിത്രകാരന്മാരെല്ലാം നല്ല ഉഗ്രനായിട്ട് വായിക്കുന്നവരാണ്, നന്നായിട്ട് വായിക്കുന്നവരാണ്. തിരിച്ച് നന്നായിട്ട് പെയിന്റിങ് ആസ്വദിക്കുന്ന എഴുത്തുകാരെ അധികമില്ല, വളരെ ചുരുക്കം ചിലതേ ഉള്ളൂ. അത് ആ ഒരു മീഡിയത്തിന്റെ വ്യത്യാസമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഛായാഗ്രാഹകർ പലരും നല്ലതായിട്ട് വായിക്കുന്നവരാണ്. കാരണം വായന സത്യത്തിൽ നമ്മൾ ആലോചിക്കും, എന്തിനാണ് അവർ വായിക്കുന്നത്, ഒരു ക്യാമറമാൻ എന്തിനാണ് നന്നായിട്ട് വായിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ട്. എഴുത്തുകാരൻ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലും ചരിത്രത്തിലും ഒക്കെ അവബോധം വേണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടി സമയം ചെലവാക്കണം. തീർച്ചയായിട്ടും ഒരു നല്ല ലിറ്ററേച്ചർ എഴുതണമെന്ന് താല്പര്യമുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടും അതിനുള്ള താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഫോൺ ചെയ്ത് രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്, പൊതു താല്പര്യങ്ങൾ പലപ്പോഴും ഉള്ള ആൾക്കാരാണ്. പലപ്പോഴും ഇപ്പം വീട്ടിലൊക്കെ ഒരു കാര്യമില്ലാതെ ഞാനിരുന്ന് രാത്രിയിലൊക്കെ ഇരുന്ന് ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് വീഡിയോ വെക്കാണ്. ഉക്രൈൻ യുദ്ധം. അപ്പോൾ ഭാര്യയൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഉക്രൈനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട് അതെന്താണ് പ്രയോജനം എന്നായിരിക്കും. പക്ഷെ നമുക്കതിനകത്ത് താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. ഗാസയെ താല്പര്യമുണ്ട്, അമേരിക്കയെ താല്പര്യമുണ്ട്. നമുക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ വിഷയങ്ങൾ പലപ്പോഴും ഇല്ലാതിരിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലോകവീക്ഷണത്തെ കുറച്ചുകൂടെ വിശാലമാക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം വരുമ്പോൾ നമുക്ക് എഴുത്തിലോട്ട് തിരിയുമ്പോൾ, ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ള ഉൾക്കാഴ്ച ഈ ലോകവിവരം നമുക്ക് തരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷ് കുമാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ എഴുത്തുകാരൻ എന്നതിനൊപ്പം തന്നെ ഒരു വലിയ വായനക്കാരനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ നോവലും കൃതികളിലൊക്കെ ഭൂതകാലത്തോട് അല്ലെങ്കിൽ എഴുതപ്പെട്ടതിനോട് അല്ലെങ്കിൽ വെളിപ്പെടാത്തതിനോടൊക്കെ ഉള്ള ഒരു വിനിമയം കൂടുതലായിട്ട് കാണാം. പിങ്ങേയറ്റത്ത് തപോമയുടെ അച്ഛനായാലും ഒക്കെ ഇത്തരം എന്താ പറയുക, അഭയാർത്ഥികൾ, അതിന്റെ സംഘർഷങ്ങൾ, രാഷ്ട്ര വ്യവഹാരങ്ങൾക്കകത്തെ മനുഷ്യന്റെ അതിജീവനങ്ങൾ ഒക്കെ, ഭരണകൂടത്തിന്റെ അധികാരമൊക്കെ ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ, ഇങ്ങനെ ഒരു പല ലോകങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള, അതേസമയം വൃദ്ധരുടെ, കുട്ടികളുടെ, ഇങ്ങനെ പല ലോകങ്ങളുണ്ട്. തീർച്ചയായും വലിയ ഒരു വിപുലമായ ഒരു വായനാ ലോകത്തിന്റെ അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട വിനിമയത്തിന്റെ ഒക്കെ ഫലമായിരിക്കാം. അപ്പൊ ഒരു അല്ലെങ്കിൽ ഈ എഴുത്തിനിടയിലുള്ള ഒരു വായനാ ലോകത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ വളരെ വിപുലമായ വായന എന്ന് പറയാൻ പറ്റില്ല, വായിക്കുന്നുണ്ട്. പണ്ഡിതനാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വായിക്കുന്നത്. അത് പണ്ഡിതനായി കഴിഞ്ഞാൽ പിന്നെ നോവലിസ്റ്റ് അവസാനിക്കും. അപ്പൊ ഒരു വിഷയത്തിൽ അതിനായിട്ടുള്ള താല്പര്യം നിലനിർത്താനുള്ള വായനകൾ ഫിക്ഷനായാലും ഒക്കെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. എൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ ഈ ഇപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിനെയൊക്കെ മിക്കവാറും വായിച്ചിട്ടുണ്ട്. കുന്തേര, അതൊക്കെ അന്നത്തെ കാലത്ത് എല്ലാവരും വായിക്കുന്നതാണ്. ആ പുസ്തകങ്ങളൊക്കെ നിരന്തരം വായിക്കുക, എല്ലാം വായിക്കുക. അങ്ങനെ മുരഗാമി കുറെയൊക്കെ വായിക്കുക, പാമുക്ക്, അങ്ങനെ കുറെ എഴുത്തുകാരെ മിക്കവാറും എല്ലാം വായിച്ച് എടുക്കുക എന്നുള്ളത്. ഇപ്പൊ അങ്ങനെ അത്രയും ഓടിപ്പിടിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കുറെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കേരളത്തിലൊരു വ്യത്യസ്തമായിട്ട് ഒരു കാലാവസ്ഥ കൂടി ഇവിടെ പറയാം. ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. എഴുത്തുകാർക്കെന്നല്ല, ഒരു ആർട്ടിസ്റ്റിന് യാതൊരു സമാധാനവും കൊടുക്കാത്ത ഒരു പരിസരമാണ് കേരളത്തിലുള്ളത്. യാതൊരു സ്വകാര്യത അവർക്ക് കൊടുക്കില്ല. കേരളത്തില് ഒരു
എഴുത്തുകാരനാവാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളൊരു 5-6 കൊല്ലം എഴുത്തിൽ പ്രവർത്തിക്കുക, ഒരു 4-5 പുസ്തകങ്ങൾ നന്നായിട്ട് എഴുതുക, നല്ല 3. പിന്നെ ഈ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പൊക്കോളും. ഒരു 50 കൊല്ലം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുത്തുകാരനായിട്ട് എഴുതാതെ ജീവിക്കാൻ പറ്റും. കാരണം ഈ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എഴുത്തുകാരെ കൊണ്ട് കുറെ ആവശ്യങ്ങളുണ്ട്. ചില ഉദ്ഘാടനങ്ങൾ, ചില പുസ്തക പ്രകാശനങ്ങൾ, ചില അവതാരിക എഴുതല്, അതുപോലെ തന്നെ ചില കമ്മിറ്റികളുടെ മുഖ്യ അതിഥികളായിട്ട്, മെമ്പർമാരായിട്ട്, ഇങ്ങനെ രാഷ്ട്രീയക്കാർ, എല്ലാവർക്കും അവർക്ക് ആവശ്യങ്ങളുണ്ട്. എഴുത്തുകാരെയും കൂടി സ്വീകരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എഴുത്തുകാർക്ക് ഒരു 5-6 കൊല്ലം, ഏറിയൊരു 10 കൊല്ലം അവർ പ്രവർത്തിക്കുക, മേഖലയിൽ കുറച്ച് നന്നായിട്ട് ടാലന്റോട് കൂടി പ്രവർത്തിച്ച ശേഷം വെറുതെ പിന്നെ നിന്ന് കൊടുത്താൽ മതി. അങ്ങനെ അവർ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ എപ്പോഴെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഒരു രൂക്ഷമായ ഒരു പ്രസ്താവന, വിവാദപരമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയാം, അത് ബുദ്ധിയുള്ളവരാണ് എഴുത്തുകാർ. ചില എഴുത്തുകാരൊക്കെ നമ്മൾ ഒരു 10 പേര് ഇരിക്കുന്നെങ്കിൽ അവർക്ക് അറിയാതെ ആരുടെ പ്രസ്താവനയാണ് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ അതിന് പറ്റിയൊരു പ്രസ്താവന ഇറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതി കൊടുത്തുകൊണ്ട് എഴുത്ത് എന്നുള്ളത് വളരെ പരിമിതമായിട്ടും എഴുത്തിന് ചുറ്റുപാടുള്ള പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. അതിന്റെ ഇപ്പൊ നമ്മൾ വളരെ നല്ല ഉദ്ദേശത്തിലാണ് നമ്മൾ പലതും തുടങ്ങി വെക്കുന്നത്. ഇപ്പൊ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ വരുന്നു, പക്ഷെ നിരന്തരം അത് വരുന്നതോട് കൂടിയിട്ട് എഴുത്തിൽ നിന്ന് എഴുത്തിരിക്കല്ല മനുഷ്യൻ ഈ ഫെസ്റ്റിവലുകളുടെ ഒരു വലിയ ആധിക്യം കൊണ്ട് പലപ്പോഴും നമുക്ക് സമയം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ മനുഷ്യൻ എല്ലാവരും ആവശ്യമുണ്ട്. അപ്പൊ ഈ ചില ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യണം, ചില പൊസിഷൻസ് ഫില്ല് ചെയ്യാനായിട്ട് എഴുത്തുകാരെ ആവശ്യമുള്ളത് നിലയ്ക്ക് അത് വായിച്ചിട്ടൊന്നും ആവണമെന്നില്ല. പലപ്പോഴും ഇവരെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ ഒരു മാസം നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 10 പുസ്തക പ്രകാശനമൊക്കെ ചെയ്യാൻ ഒരു പ്രയാസമില്ല. അതുപോലെ തന്നെ 10 അവതാരിക, ബ്ലർബ്, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ സമയം എത്ര വേണം. പിന്നെ അവതാരിക നമ്മള് മറ്റേ ട്രെയിനിന്റെ അറിയിപ്പ് പോലെ ട്രെയിനിന്റെ നമ്പറും സമയവും പ്ലാറ്റ്ഫോമും ഒക്കെ മാറ്റിക്കൊണ്ട് അവതാരിക അങ്ങനെ കൊടുക്കാം, മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തില് ഇപ്പൊ വായനക്കാരെന്നുള്ള നിലയ്ക്ക് ആളുകൾ എഴുത്തുകാരെ വെറുതെ വിടണം എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. അത് പലരും വിഷമം തോന്നാറുണ്ട്. നമുക്ക് ചിലപ്പോ ഇന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള വിഷമവും സങ്കടമൊക്കെ അവർ പറയുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പുതിയ എഴുത്തുകാരായാലും ആരായാലും ഇതൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഒരാളുടെ അവതാരിക എഴുതി കിട്ടിയോണ്ട് നിങ്ങളുടെ രചന ശ്രദ്ധിക്കപ്പെടാനൊന്നും പോകുന്നില്ല. നമ്മുടെ ചില അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങളുടെ വർക്കില്, നിങ്ങളുടെ കേന്ദ്രീകൃതമായിട്ട് ആ വർക്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും സമൂഹത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ആൾക്കൂട്ടം, കൂടുതൽ ലൈക്കൊന്നും കിട്ടിയെന്ന് വരില്ല. അത് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു 10 കൊല്ലം വർക്ക് ചെയ്യും, പിന്നെ അതിനോടനുസരിച്ച് ഈ മറ്റു രാഷ്ട്രീയ പ്രസ്താവനകൾ ഇറക്കി നടക്കുന്ന ആളുകൾക്കായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മാധ്യമത്തോട് അർപ്പണ ബോധം ഉണ്ട് എന്നും അതുപോലെ തന്നെ അതിന്റെ ഇതിനോടൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. അതില് അങ്ങനെ തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞാനിതിന്റെ 3 പേരും എഴുത്തുകാർ എന്ന നിലയിൽ മലയാളത്തിൽ വളരെ പ്രസിദ്ധരാണ്. ഒപ്പം ഇവരൊക്കെ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൂടി കണക്ട് ചെയ്യപ്പെട്ട, ഇപ്പോ ഇദ്ദേഹത്തിന്റെ കൃതി ചലച്ചിത്രമായി വന്നു എന്നുള്ളത് അവസാനം അദ്ദേഹം എഴുതിയിട്ടില്ലെങ്കിൽ. MT വാസുദേവൻ നായര് തിരക്കഥയെ കുറിച്ച് പറഞ്ഞത് എനിക്കതൊരു പാർട്ട് ടൈം പണിയാണ് എന്നാണ്. അദ്ദേഹം എമിലി സോളയെ കുറിച്ചുള്ള ഒരു സിനിമ കണ്ടതിന് ശേഷമാണ് ഇത് കൊള്ളാം എന്നെനിക്ക് തോന്നിയത്. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഒരു എഴുത്തുകാരന്റെ അതേ പദവി മൂല്യം തന്നെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ എഴുത്തിനെ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ട് മലയാളികൾ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ മിക്കവാറും എഴുത്തുകാർ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു എഴുത്തുകാരൻ തൻ്റെ അടുത്ത ഒരു കൃതിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ പോലെ കാണാതെ, അതൊരു പെസരീഷ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, അത് സംവിധായകന് കൊടുക്കുന്ന കുറിപ്പുകൾ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ എങ്കിലും തൻ്റെ ഉള്ളിലുള്ള എഴുതാൻ ശേഷിയുള്ള ഒരാളെ തന്നെയാണ് അവിടെ വിൽക്കുന്നത് എന്നുള്ള, അപ്പൊ ഒരു ഇത്തരം സർഗാത്മക സാഹിത്യത്തോട് കാണിക്കുന്ന ഒരു നീതിയും ഈ ഇത്തരം ചലച്ചിത്രത്തിന് വേണ്ടി എഴുതുമ്പോൾ ഉള്ള ഒരു 2 തരം ആലോചന, അല്ലെങ്കിൽ ആ 2 എഴുത്തിനോടുള്ള സമീപനം എഴുത്തുകാരെന്ന നിലയിൽ ഉണ്ടാക്കുന്ന ഒരു ജീവിത ബോധം എന്താണ്? സന്തോഷിക്കാനത്തിനോടാണ് ചോദ്യം. ഈ ചലച്ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ, തിരക്കഥയെ കുറിച്ച് പറയുമ്പോൾ, ഈ അനുകൽപ്പനത്തിനെ കുറിച്ചിട്ട്, അഡാപ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു സംഭവമുണ്ട്. കാരണം ചലച്ചിത്രങ്ങൾക്ക്
എടുക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും വളരെ സീരിയസ് ആയ വിഷയങ്ങൾ ചലച്ചിത്രത്തിന് എടുത്തിട്ട് കാര്യമില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. അത്തരത്തിൽ ചലച്ചിത്രത്തിന് അത്രയും സീരിയസ് ആയിട്ട് എടുത്ത് ഇപ്പോ പിന്നെ ഇതാണ് ഇപ്പൊ ഈ വന്ന കൊമാലി മറ്റേ നമ്മുടെ പെട്രോപരാമം എന്ന് പറഞ്ഞ ഇതിപ്പോ സിനിമ മറ്റേ ഇതായിട്ട് വന്നു അല്ലെ, മറ്റേ വെബ് സീരീസ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ വന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും അത് നമുക്ക് നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഒരു അനുഭവത്തിന്റെ വലിയൊരു വിശാലതയൊന്നും നമുക്ക് ഈ പറയുന്ന ഇതിൽ കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ വലിയ നോവലുകൾ പലപ്പോഴും എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഏതാണ്ട് എല്ലാ നോവലുകളും ഇത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ട് എഴുതിയ നോവലുകളൊക്കെ ചലച്ചിത്രത്തിനെ വിഷയമാക്കിയപ്പോൾ ഇത് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മനസ്സിലാക്കേണ്ടത്, എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ സിനിമയായിട്ട് കാണുമ്പോൾ ഞാനിപ്പോ എഴുതിയ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ സീരിയസ് ആയിട്ടൊരു സിനിമ എഴുതിയത്. അപ്പൊ ആ സീരിയസ് ആയ സിനിമ എഴുതുമ്പോൾ നമ്മളതൊരു 50 ലക്ഷം രൂപക്കാണ് അത് ഷൂട്ട് ചെയ്ത് തീർത്തത്. പക്ഷെ അതൊരു 3.5 കോടി എല്ലാവരുടെയും റെമ്യൂണറേഷനും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ 3.5 കോടി റുപ്യ എങ്കിലും ചെലവാക്കുന്ന ഒരു നോവലാണത്, അല്ല ഒരു സിനിമയാണത്. പക്ഷെ നമ്മളത് 50 ലക്ഷം റുപ്യയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അതിൽ ഞങ്ങൾ രാവിലെ പോയിട്ട്, ഞാൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് രാവിലെ പോയിട്ട് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് പടവലങ്ങിയും ഈ പറയുന്ന പച്ചമുളകും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവരുന്നു, അത് കുക്ക് ചെയ്യാൻ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാ സിനിമയിലും മാത്രമല്ല ആ പ്രൊഡ്യൂസർക്ക് അയാൾ മുടക്കി 50 ലക്ഷം രൂപ തിരിച്ചു കിട്ടണം എന്ന് അദ്ദേഹം പറയുന്നില്ല. കിട്ടിയാൽ ഓക്കെ. അപ്പൊ നമ്മൾക്ക് എഴുതുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു വിഷയത്തെ സമീപിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം ഇതൊരു കളക്റ്റീവ് വർക്കായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. ഇത് ഒരു എഴുത്തുകാരൻ ഒരു നോവൽ എഴുതുമ്പോൾ അയാളോട് കാണിക്കുന്ന ആത്മാർത്ഥത സിനിമ എഴുതുമ്പോൾ എഴുത്തുകാരൻ പ്രൊഡ്യൂസറിനോട് കാണിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കമേഴ്ഷ്യൽ മൂവിക്കാരുടെ അകത്തുള്ളത്. അപ്പൊ അവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളൊരു നോവൽ എഴുതുന്ന പോലെ ഒരു കഥ എഴുതുന്ന പോലെ അത്രയും തീവ്രമായിട്ട് ഉള്ള ഒരു ആത്മാർത്ഥത അതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. വേറെ എനിക്ക് പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് എനിക്കതിലേക്ക് പറ്റുന്നില്ല. കാരണം ഞാനെപ്പോഴും ഈ ചന്ദ്രേട്ടനെ എവിടെയാന്ന് പറയുന്ന ഒരു സിനിമ എഴുതുമ്പോഴും എനിക്ക് അതേ സമയത്ത് മറ്റേ അതിനെ വെച്ചുള്ള കഥ എഴുതുമ്പോൾ മീനത്തിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥ എഴുതുമ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥതയോടെയാണ് എഴുതുന്നത്. പക്ഷെ സിനിമ എഴുതുമ്പോൾ ഞാൻ ആത്മാർത്ഥത കൂടുതൽ പുലർത്തുന്നത് ആരോടാണ്? പ്രൊഡ്യൂസറോടാണ്. അതുപോലെ ഈ എസ് ഹരീഷ് നേരത്തെ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഗ്യാപ്പ് എടുത്ത ഒരാളാണ്. ആദ്യ സമാഹാരം രസവിദ്യയുടെ ചരിത്രം വന്നതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട കഥകളാണ് എന്ന് ഒരുപക്ഷെ പിൽക്കാലത്താണ് അത് തിരിച്ചറിഞ്ഞത്. എല്ലാ കഥകളും എഴുതുമ്പോൾ ആളുകൾ ഈ നിലയിൽ ഇത് ഐഡന്റിഫൈ ചെയ്യപ്പെടണം എന്ന് വിചാരിക്കുമ്പോഴും ചിലപ്പോൾ ചില കഥകൾ ആ നിലയിൽ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടില്ലെങ്കിൽ എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഒരു സംഘർഷം ഉണ്ടാകുമെന്ന് കരുതുന്നു എഴുതിയതിനു ശേഷം എന്ന നിലയിൽ. അപ്പൊ ആദ്യ സമാഹാരം കഴിഞ്ഞ ഒരു ദീർഘകാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു കഥയുമായിട്ട് എസ് ഹരീഷ് വരുന്നത്. അപ്പോ ഈ ഒരു വായനക്കാർ തങ്ങളുടെ കഥ അല്ലെങ്കിൽ ഇങ്ങനെ ഭാവന ചെയ്യപ്പെട്ട ഒന്നിനെ സ്വീകരിക്കുന്നതിൽ അത് ഉണ്ടാക്കുന്ന എഴുതിയതിനു ശേഷം അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ ഉണ്ടാവില്ല. ആദ്യ കഥാസമാഹാരത്തെ സംബന്ധിച്ചിടത്തോളം എസ് ഹരീഷിന് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ കോട്ടയത്താണ് ജീവിക്കുന്നത്. കോട്ടയത്ത് പൊതുവെ എഴുത്തുകാർക്ക് പരിവേഷം കൊടുക്കുന്ന സ്ഥലമല്ല കോട്ടയം. അപ്പൊ അരുന്ധതി റോയി അഴിമലത്തൂടെ നടന്നു പോയാലും ഒരു ചേച്ചി നടന്നു പോകുന്നു എന്നേ ആൾക്കാർ പറയത്തുള്ളൂ. അതിപ്പോ സക്കറിയ സാറ് പാലായി കൂടെ നടന്നു പോയാലും അങ്ങനെ കോട്ടയക്കാർ അങ്ങനെ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് എഴുതി തുടങ്ങുന്ന സമയത്ത് എഴുത്തുകാരായ സൗഹൃദങ്ങൾ വളരെ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളൊരു കഥ വരുന്നു, ഇതിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനൊരു ദിവസം കോട്ടയം പബ്ലിക് ലൈബ്രറി പോയി ആ സമയത്ത്. അപ്പോൾ രസവിദ്യയുടെ ചരിത്രം എന്ന് പറഞ്ഞ കഥ അന്ന് ഇന്ത്യ ടുഡേയിൽ അടിച്ചു വന്നത്. ഇന്ത്യ ടുഡേക്ക് നമ്മൾ കഥ അയച്ചു കൊടുക്കുന്നു, ഇത് അടിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷെ അവർ ഇടുന്നത് സുന്ദർദാസ് ആയിരുന്നു എഡിറ്റർ. അപ്പോൾ ഞാൻ ലൈബ്രറി പോയിരുന്നപ്പം അവിടെ സ്ഥിരം വന്നിരിക്കുന്ന ഒരു അപ്പച്ചൻ ഇന്ത്യ ടുഡേ എടുക്കുന്നു. അപ്പൊ ഞാൻ പുള്ളി നേരെ മറിച്ച് നേരെ രസവിദ്യയുടെ ചരിത്രം പുറത്താണ്, ഏറ്റവും പുറകിലാണ് അടിച്ചിരിക്കുന്നത്. അവിടെ അന്നേരം അങ്ങനെ അടിക്കുന്നത്. അങ്ങോട്ട് പോകുന്നു, പുള്ളി അത് വായിച്ചു തുടങ്ങുന്നു. അപ്പൊ ഞാൻ സൈഡിൽ ഇരുന്ന് ഇത് കാണുന്നുണ്ട്, ഞാൻ കോമൺ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി, അപ്പച്ചൻ വായിക്കുന്നുണ്ടല്ലോ. അപ്പച്ചൻ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അദ്ദേഹം പുറകോട്ട് മറിച്ച് നേരെ സിനിമാ നടികളുടെ പേജിലോട്ട് അപ്പച്ചൻ പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ എനിക്കില്ലായിരുന്നു. എൻ്റെ കഥകൾ ആൾക്കാർ വായിക്കുന്നുണ്ട് എന്നൊരു ധാരണയില്ലായിരുന്നു. പിന്നെ പിൽക്കാലത്ത് കുറച്ചുപേരെയൊക്കെ കാണുകയും അവർ സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു ധാരണ കിട്ടിയത്. പിന്നെ ഈ ആദ്യ സമാഹാരത്തിന് ശേഷം അത് മാറി. പക്ഷെ എഴുതാതിരുന്നത് അതുകൊണ്ടല്ല,
അതുകൊണ്ടല്ല, നമ്മുടെ എഴുത്ത് ചില സമയത്ത് അങ്ങനെ ചില ബ്രേക്കുകൾ വരും. നമ്മൾക്ക് എങ്ങനെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എഴുതി വരുന്ന ഒരു സ്ഥിരം രീതിയുണ്ട്. ഇതിന് പുറത്തേക്ക് നമുക്ക് എങ്ങനെ കടക്കാൻ പറ്റും? നമ്മൾ പറയുന്ന സ്ഥിരം കഥകളുണ്ട്, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റും? അപ്പൊ നമ്മുടെ മുന്നിൽ പുതിയ വായനകൾ വരുന്നു, പുതിയ പുസ്തകങ്ങൾ വരുന്നു. അപ്പം അതിൽ നിന്ന് നല്ല കഥകൾ നമ്മൾ വായിക്കുന്നു, പുതിയ എഴുത്തുകാർ നല്ല കഥകൾ വായിക്കുന്നു. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഷയെക്കുറിച്ചും നമ്മുടെ പ്രമേയത്തെക്കുറിച്ചും ആഖ്യാനത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് സംശയമുള്ളവരാണ്. അപ്പൊ അങ്ങനെ പുറത്ത് കടക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ എഴുതാതിരുന്നത് കുറച്ചു കാലം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എഴുതാതിരിക്കുന്ന ആ സമയത്ത് നമ്മളെ ഭയങ്കര ഒരു എഴുതി തുടങ്ങിയ ഒരാൾക്ക് എഴുതാതിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തറഞ്ഞു പോയൊരു കാര്യം എഴുത്തുകാരൻ എന്നുള്ള കാര്യമാണ്. അപ്പൊ എഴുതാതിരുന്നാൽ നമ്മൾ വളരെ ഒരു മാനസികമായിട്ട് മോശം അവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും പോകും. അതുകൊണ്ട് എഴുത്തിനെ നമ്മൾ തിരിച്ചു പിടിക്കും എങ്ങനെയായിരുന്നു. അങ്ങനെ അനുഭവമാണ് എനിക്കുള്ളത്.